നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടുക്കളത്തോട്ടം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പച്ചക്കറികളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അല്ലേ. ഇപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്നത് കറിവേപ്പിനും പച്ചമുളകിനുമാണ്. നമ്മൾ മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു കറികളും ഉണ്ടാക്കാൻ സാധ്യമല്ല അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് അടുക്കളത്തോട്ടത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് കറിവേപ്പാണ്. ഒരു 2 ചോട് കറിവേപ്പെങ്കിലും നമുക്ക് വേണം. അതുപോലെ പച്ചമുളക് ഒരു 3 ചോട് പച്ചമുളക് നമുക്ക് വേണം. കാന്താരി, വെള്ളക്കാന്താരിയോ പച്ചക്കാന്താരിയോ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അത് 2 ചോട് വേണം. അതുപോലെ തന്നെ വഴുതന, ഇഷ്ടമുള്ള ഐറ്റം വഴുതന അതൊരു 3 ചോട് വേണം. ഒരു 2 വർഷമെങ്കിലും വഴുതനയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം. അതുപോലെ തന്നെ വെണ്ട ഒരു 10 ചോട് വെണ്ട വേണം. പയർ ഒരു 10 ചോട് വേണം. ഒരു 5 ഗ്രോ ബാഗിലോ 5 തടത്തിലോ 2 എണ്ണം വെച്ച് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അതുപോലെ പീച്ചിൽ മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളതാണ്. ഒരു 2 ചോട് പീച്ചിൽ പടത്താൻ സൗകര്യമുള്ള ആൾക്കാർ 2 ചോട് പീച്ചിൽ നടണം. അതുപോലെ പാവൽ 2 ചോട്, പടവലം 2 ചോട്. പിന്നെ ചീര യഥേഷ്ടം പലതരത്തിലുള്ള ചീരയുണ്ട്. നമുക്ക് എന്തൊക്കെ നടാൻ പറ്റുമോ അതനുസരിച്ച് നമുക്ക് ചീര നട്ടു കൊടുക്കാം. ഒടിച്ചു കുത്തി ചീരയുണ്ട്, അതായത് പൊന്നാങ്കണ്ണി ചീര പോലെയുള്ള വെറൈറ്റി ചീരകൾ. പിന്നെ നമുക്ക് ചുവപ്പ് ചീര, പച്ചച്ചീര, പിന്നെ പാൽച്ചീര, അതുപോലെ തന്നെ പിന്നെ പാലക്ക് ചീര. ഒത്തിരി ഔഷധ ഗുണമുള്ള ചീരയാണ് പാലക്ക് ചീര, പ്രോട്ടീൻ ഉണ്ട് ധാരാളം. അപ്പോൾ അങ്ങനെയുള്ള ചീരകളൊക്കെ നമുക്ക് നട്ടു വളർത്താം. അതുപോലെ തക്കാളി ഒരു 5 ചോട് തക്കാളി. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് മിതമായ രീതിയിൽ അടുക്കളത്തോട്ടം ചെയ്ത് തുടങ്ങുക. കുറേയധികം പച്ചക്കറികൾ നട്ട് അല്ലെ കുറേയധികം വിത്തുകൾ കിളിർപ്പിച്ച് അത് നട്ട് അതൊന്നും പരിപാലിക്കാതെ വരുമ്പോൾ അത് നശിച്ചു പോകും. അതിനേക്കാളും നല്ലത് കുറച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കുറച്ച് പച്ചക്കറി തൈകളോ പച്ചക്കറി വിത്തുകളോ നട്ട് അത് പരിപാലിച്ച് വന്ന് അതിൽ നിന്നൊരു ഫലമെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കഴിയാവുന്ന രീതിയിൽ നമ്മൾ പച്ചക്കറിത്തോട്ടം തയ്യാറാക്കുക. എന്തായാലും നമ്മുടെ വീട്ടുവളപ്പിൽ കുറച്ച് സ്ഥലമുണ്ടെങ്കിലും അവിടെ ഒരു അടുക്കളത്തോട്ടം നമുക്ക് തയ്യാറാക്കണം. നല്ല ഓർഗാനിക്കായിട്ടുള്ള നല്ല പച്ചക്കറി നമുക്ക് പറിച്ചുപയോഗിക്കാം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവുക.